ഹലോ! അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും അവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കണു. നമ്മളെ കുറച്ച് കാലം മുന്നേ നമ്മുടെ ഇൻസ്റ്റയിലും എല്ലായിടത്തും നമ്മുടെ പഞ്ചെന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിക്കുരങ്ങൻ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആളുടെ ന്യൂസൊന്നും കാണാനില്ല. ആ സമയത്ത് ഇൻസ്റ്റയും യൂട്യൂബും എല്ലാം വാണിരുന്ന ഒരാളായിരുന്നു നമ്മുടെ പഞ്ചെന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കുരങ്ങൻ. ആ ഒരു കുരങ്ങനുണ്ടല്ലോ, നമ്മളെ പഠിപ്പിക്കുന്ന കുറേ ലൈഫ് ലെസൺസ് ഉണ്ട്. സീരിയസ്ലി ഇത് എൻ്റെ തലയിൽ ഉദിച്ച സംഗതികളൊന്നുമല്ല. എനിക്ക് അത്രയ്ക്കുള്ള ബുദ്ധിയൊന്നുമില്ല ഇങ്ങനെ ചിന്തിക്കാനുള്ളത്. ഞാനിങ്ങനെ എന്ത് ടോപ്പിക് ഇടും എന്നിങ്ങനെ ഇങ്ങനെ നമ്മുടെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അതെ, ആ ഒരു കുരങ്ങൻ അവൻ്റെ ജീവിതത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ വീട്ടമ്മ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ അർഹിക്കുന്ന ഒരു റെക്കഗ്നിഷനും അപ്രീസിയേഷനും ഒന്നും കിട്ടാത്ത ഒരു ലൈഫിലൊരു പൊസിഷനാണ് വീട്ടമ്മ എന്ന് പറയുന്നത്. രാവിലെ മുതൽ രാത്രി വരെ നല്ല രീതിക്ക് നമ്മൾ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്. ചില ആൾക്കാർക്കൊക്കെ ഈ തിരക്കിൻ്റെ ഇടയിൽ അവനവൻ്റെ കാര്യം പോലും ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റെക്കഗ്നിഷനോ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ഒരു നല്ല വാക്കോ ഒന്നും നമുക്ക് കിട്ടാറില്ല. ആ സമയത്താണ് നമ്മളുടെ പഞ്ചെന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കുരങ്ങൻ നമ്മൾ പഠിപ്പിക്കുന്ന കുറച്ച് ലെസൺസ്. തുടങ്ങാം. നമ്മുടെ പഞ്ചിന് എന്താ ശരിക്കും അവൻ ആഗ്രഹിച്ച പോലത്തെ ഒരു സ്നേഹവും കരുതലും ഒന്നും അവൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവൻ അവിടെ ഒന്നും തളരാതെ അവൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു പാവക്കുട്ടിയിൽ മൊത്തമായി അവൻ്റെ ലോകം എന്ന് പറയുന്നത്. അവൻ്റെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് സീരിയസ്ലി അറിയില്ല. അവൻ അത് ശരിക്കും അവൻ്റെ ആരൊക്കെയോ അത് അവൻ്റെ ആരോ ആണ്, മേ ബി അവൻ്റെ അമ്മ തന്നെയാണെന്നുള്ളൊരു രീതിയിലായിരിക്കാം മേ ബി അവൻ ആ പാവക്കുട്ടീനെ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അമ്മയുടെ അടുത്ത് നിന്ന് അവൻ ആഗ്രഹിച്ച പോലത്തെ സ്നേഹവും കരുതലും ഒന്നും അവന് കിട്ടിയില്ല എന്ന് വിചാരിച്ച് അവൻ തളർന്നിട്ടില്ല. അവൻ്റെ കയ്യിലുള്ളൊരു പാവക്കുട്ടി അവൻ്റെ ലോകമാക്കി മാറ്റി അവൻ ആ സൂവി കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു അല്ലേ. ഈ പറയണ പോലെ നമ്മുടെ ലൈഫിലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, അവരുടെ നല്ലതിന് വേണ്ടി ഓരോന്നൊക്കെ ചെയ്യുന്നു. പക്ഷേ ഈ പറയണ പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ അവരുടെ സൈഡിൽ നിന്ന് നമുക്ക് റെക്കഗ്നീഷനും റെസ്പെക്റ്റും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടണം എന്നില്ല. പക്ഷെ നമ്മൾ അവിടെ ഒന്നും തളരരുത്. പഞ്ചിനെ പോലെ പഞ്ചൊരു പാവക്കുട്ടീനെ കണ്ടുപിടിച്ചില്ലേ, അതേപോലെ നമുക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും സ്വപ്നങ്ങളായിരിക്കാം, ആഗ്രഹങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഇഷ്ടങ്ങളായിരിക്കാം. അതെപ്പോഴും എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ കൂടെ നമ്മൾ കൊണ്ടു നടക്കുക. അതായത് മറ്റുള്ളവരുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ചെയ്തു കഴിയുമ്പോൾ അവരുടെ അടുത്തു നിന്നുള്ള റെക്കഗ്നീഷനും റെസ്പെക്റ്റും നോക്കി നിൽക്കാതെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ലോകം, നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മൾ ഫുള്ളി മറ്റുള്ളവരിൽ മാത്രം ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഓക്കെ അവരെന്തെങ്കിലും ചെയ്തു തന്നാൽ മാത്രമാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ, സന്തോഷം കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടാത്തത്. പക്ഷെ പഞ്ചിനെ പോലെ നമ്മുടേതായിട്ടുള്ള ഒരു പാവ, നമ്മുടേതായിട്ടുള്ളൊരു സ്വപ്നം, നമ്മുടേതായിട്ടുള്ളൊരു ലോകം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്താലുണ്ടല്ലോ, നമുക്ക് സന്തോഷിക്കാൻ ഒരാളുടെ ആവശ്യം വേണ്ട. പിന്നെ നമ്മുടെ പഞ്ചുകൂട്ടൻ മറ്റുള്ള കുരങ്ങന്മാരോട് കൂട്ടുകൂടാൻ പോകുമ്പോൾ അവരടുപ്പിക്കാറില്ല. അതെന്താ റീസൺ എന്ന് എനിക്കറിയില്ല. നമ്മുടെ പഞ്ച് മറ്റുള്ള കുരങ്ങന്മാരുടെ അടുത്തോട്ടേക്ക് പോകുമ്പോൾ ഇവന്മാർ ഇവനെ പിച്ചിയും മാന്തിയും ഒക്കെ ആട്ടി ഓടിക്കുകയാണ് പതിവ്. പക്ഷെ അവിടെ പഞ്ചുണ്ടല്ലോ, അവരെത്രയൊക്കെ ഇവനെ അവോയ്ഡ് ചെയ്താലും പിന്നെയും പുള്ളിക്കാരൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് സീരിയസ്ലി പറയില്ല. നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ഒരാളുടെ അടുത്തോട്ടേക്ക് നമ്മൾ വീണ്ടും പോകാൻ പാടില്ല, ഞാൻ അങ്ങനെ പറയുള്ളൂ. കാരണം സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പക്ഷെ ആ ഒരു ഇതിന് നമുക്ക് വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ഈ ജാപ്പനീസിലൊരു തോട്ടുണ്ട്, നാന കൊറോബി യോക്കി എന്ന് പറയണേ. അതായത് നമ്മൾ പറയൂലേ ഒന്നിപ്പിഴച്ച 3 എന്ന് പറയില്ലേ, അതേപോലെ ഇവിടെ 7 പിഴച്ച 8. അതായത് നമ്മളൊരു സംഭവം നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ചെയ്തു, എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ പറയുന്ന പോലെ യൂട്യൂബോ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ തുടങ്ങി. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ നമ്മൾക്ക് അതിൽ ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവണം എന്നില്ല. ആദ്യത്തെ പ്രാവശ്യം പാളിപ്പോയി, 2, 3, 4, 5, 6, 7 തവണ പാളിപ്പോയി. പക്ഷെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമുക്ക് പറ്റുന്ന അത്ര രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. 8ാമത്തെ പ്രാവശ്യം അതെന്തായാലും നമുക്ക് കിട്ടിയിരിക്കും. അതായത് നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുപാടും എല്ലായിടത്തൊക്കെ ഉണ്ടാവും. പഞ്ചനെ തളർത്താനായിട്ട് അവൻ്റെ കൂടെ കുരങ്ങന്മാരുണ്ടായ പോലെ നമ്മുടെ ചുറ്റുപാടും നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ തളർത്താനും നിനക്കത് പറ്റില്ല, നിനക്കത് ചെയ്യാനൊന്നും ആവില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. ചിലപ്പോൾ ഈ പറയണ പോലെ 7 തവണ നമ്മൾ വീണിട്ടുണ്ടാവും. പക്ഷേ 8ാമത്തെ തവണ അത് നമുക്ക് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് കിട്ടും. പക്ഷേ 7 തവണ, അതായത് 2 തവണ വീണപ്പം
ബാക്കൗട്ട് പോവാതെ 3, 4, 5, 6, 7 തവണ മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്കത് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ പഞ്ചിൻ്റെ ഇതിൽ ലാസ്റ്റ് ഒരു എന്താ പറയുക ക്ലൈമാക്സ് പോലെ അവന് ഒരു കൂട്ടുകാരൻ എന്തോ കൂട്ടുകാരനാണോ കൂട്ടുകാരിയാണോ അങ്ങനെ എന്തോ പുള്ളിക്കാരന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തോ ആണ് കേട്ടോ ലാസ്റ്റത്തെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുള്ളത്. ഈ പറയണ പോലെ അവൻ്റെ പാവേനെ അപ്പോഴും അവൻ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് അവൻ്റെ കൂടെ തന്നെ അവൻ കൂട്ടി. ഇത് പറയുന്ന വേറൊരു ലെസൺ എന്താ വെച്ചാലുണ്ടല്ലോ, പലപ്പോഴും നമുക്ക് ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ ഫ്രണ്ട്ഷിപ്പോ റിലേഷൻഷിപ്പോ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നാം അല്ലാതെയായിട്ട് മാറാറുണ്ട്. അതായത് ഓക്കെ, എൻ്റെ ഈ ഒരു സ്വഭാവം ഞാൻ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവരുടെ കൂട്ടത്തിൽ കൂടും, ഞാൻ അവരെ പോലെ ആവും എന്നൊക്കെ വെച്ചിട്ട് നാം അല്ലാതെ മറ്റൊരു വ്യക്തിയായിട്ട് മാറിയിട്ട് വേറൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പോ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റാറുണ്ട്. പക്ഷേ ഞാൻ പറയപ്പോഴും നമ്മളായിട്ടിരിക്കുക എന്ന് കരുതിയിട്ട് നമ്മുടെ എന്തെങ്കിലും പൊട്ട സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ചേഞ്ച് ആക്കരുതെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, ഓരോ മനുഷ്യർക്കും ഓരോ ഐഡൻറ്റിറ്റി ഉണ്ട്, എല്ലാവരും ഒരേപോലെയല്ല. സോ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോവുക. ആർക്കും വേണ്ടിയിട്ട് ഒന്നും മാറ്റണം എന്നൊന്നുമില്ല. പക്ഷേ പറയണ പോലെ പൊട്ട സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരിക്കലും മടി കാണിക്കരുത് കേട്ടോ. പിന്നെ ഇല്ലേ, എന്താ പറയുക, വെറും വീട്ടമ്മ എന്ന് പറഞ്ഞിട്ട് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആരെയും അനുവദിക്കാൻ പാടില്ല കേട്ടോ. ഇവിടെ റീസെൻ്റ്ലി ഉണ്ടല്ലോ, ഇത്ര നാളും നമ്മൾ വിസയൊക്കെ എടുക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഒരു സ്പോൺസർ അല്ലെങ്കിൽ സ്പൗസ് വിസയൊക്കെ എടുക്കുമ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഹൗസ് വൈഫ്, ഹോം മേക്കർ അങ്ങനെയായിരുന്നു നമ്മളുടെ ഒക്യുപ്പേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ റീസെൻ്റ്ലി നമ്മുടെ ഇവിടുത്തെ അധികാരി ഒരു ഡിക്ലറേഷൻ വെച്ചു, ഇനി അങ്ങനത്തെ ഒരു സംഭവം ഇല്ല, അതിന് പകരം ജനറേഷൻ ഷേപ്പർ എന്നാണ് അതിൻ്റെ ഉള്ളിൽ വെക്കുക. അതായത് ഒരു പുതിയ ഭാവിയെ വാർത്തെടുക്കുന്ന, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തി. അതിൽ പരം ഒരു റെക്കഗ്നീഷൻ ഒരു വീട്ടമ്മ എന്ന് പറയുന്ന ഒരാൾക്ക് കിട്ടാനില്ല. അപ്പം വീട്ടമ്മ എന്ന് പറയുന്നത് വെറും വീട്ടമ്മയല്ല, അവിടെ തന്നെ ജനറേഷൻ ഷേപ്പർ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലുണ്ട് അവരെന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. സോ എല്ലാവരും അവനവൻ്റെ കാര്യത്തിൽ പ്രൗഡായിട്ടിരിക്കുക. അപ്പം നമ്മുടെ പഞ്ചകൂട്ടനെ പോലെ എന്താ പറയുക, നമ്മൾ പല പല സമയത്തും ഒറ്റപ്പെട്ടു പോയേക്കാം. ആ ഒരു സൂവിൽ ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു, അവൻ്റെ അമ്മയുണ്ടായിരുന്നു. പക്ഷെ അവനിങ്ങനെ ഒറ്റപ്പെട്ട് ആരും അവനെ സ്നേഹിക്കാനോ അവനെ തലോടാനോ ഒന്നും ഇല്ലാണ്ട് അവൻ നടന്നു. പക്ഷെ അവൻ അതിനൊന്നും തളരാതെ അവനൊരു പാവക്കുട്ടീനെ, ആ പാവക്കുട്ടിക്ക് സത്യം പറഞ്ഞാൽ ജീവനില്ല, പക്ഷെ അവൻ അതിനൊരു ജീവനുള്ള വസ്തുവായിട്ട് തന്നെ ഇരിക്കാൻ കണ്ടിട്ടുണ്ടാവുക. ഇതേപോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കണ്ടുപിടിക്കുക. അത് നമ്മളുടെ സ്വപ്നങ്ങളായിരിക്കാം, ഇഷ്ടങ്ങളായിരിക്കാം, ആഗ്രഹങ്ങളായിരിക്കാം. അത് മുന്നിൽ കണ്ട് അതിനെ കൂട്ടുപിടിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഏറ്റവും ലാസ്റ്റ് പഞ്ചിന് കിട്ടിയ പോലെ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ കാണും അല്ലെങ്കിൽ കൂടെ വരും. പക്ഷെ ഒന്നിനും വേണ്ടി, ആർക്കും വേണ്ടി നമ്മളുടെ ഐഡൻറ്റിറ്റിയും നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ മാറ്റി വയ്ക്കാതിരിക്കുക. നമ്മൾക്ക് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാതെ, മറ്റൊരാൾക്ക് ദ്രോഹമില്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തുവാണെങ്കിലും അതിന് വേണ്ടിയിട്ട് നേടിയെടുക്കാൻ പരിശ്രമിക്കുക. ഈ പരിശ്രമത്തിൻ്റെ ഇടയിൽ 7-8 പ്രാവശ്യം നമ്മൾ ചിലപ്പോൾ തലകുത്തി നിലത്ത് വീഴും. പക്ഷെ വീണ്ടും ആ വീണിടത്ത് നിന്ന് പൊടി തട്ടി എഴുന്നേറ്റ് നമ്മൾ എഴുന്നേൽക്കുക. വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിക്കൊണ്ടിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഹാർഡ് വർക്കിനൊക്കെ നമുക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും. എന്താല്ലേ, ഒരു പാവം കുരങ്ങൻ്റെ അടുത്ത് നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. സത്യം പറഞ്ഞാൽ കുരങ്ങന്മാർ മാത്രമല്ല, ഇതുപോലത്തെ ഒരു പെൻക്വിൻ്റെ എന്തോ ഉണ്ടായിരുന്നു, അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പിന്നെ ഈ വീഡിയോ എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ എവിടെ നിന്ന് എടുത്തതെന്നൊന്നും അറിയില്ല. എന്തായാലും ഈ അവസരത്തിൽ ഈ ഒരു ഐഡിയ എനിക്ക് സമ്മാനിച്ച ആ ഒരു കണ്ടന്റ് ക്രിയേറ്റർക്ക് എൻ്റെ വക ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. കാരണം പുള്ളി എവിടെ നിന്ന് എടുത്തതെന്ന് എനിക്ക് അറിയില്ല ഏട്ടാ. പക്ഷേ ഈ ഒരു രീതിയിൽ ചിന്തിക്കാൻ പറ്റിയല്ലോ അല്ലേ, നമുക്ക് നല്ല നല്ല തോട്ട്സ് അല്ലേ നമ്മുടെ കുട്ടിക്കുരങ്ങൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എന്താ, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്താ, ബുധനാഴ്ച വിഷു അല്ലേ, അപ്പോൾ എല്ലാവരും വിഷു ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കുക. നമുക്കിവിടെ അങ്ങനെ പ്രത്യേകിച്ച് വിഷുവിൻ്റെ ആഘോഷങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഒരു സദ്യയൊക്കെ നമ്മൾ വെക്കും, അത്രയൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇത് നമ്മളുടെ 2 ദിവസത്തേക്ക് മിക്സാണ് കേട്ടോ സംഭവം. അങ്ങനെ നമ്മുടെ ദോശയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചായ കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.